ഹിന്ദു ആചാരങ്ങളെ അംഗീകരിക്കുകയോ ആചരിക്കുകയോ ചെയ്യുന്നില്ലെങ്കിലും അതിനെ അപമാനിക്കാതിരിക്കുകയോ കളിയാക്കുകയോ ചെയ്യാതിരുന്നാൽ തന്നെ വലിയ രീതിയിലുള്ള പുണ്യം ഹിന്ദു സമൂഹത്തിന് കിട്ടും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇന്നലെ ഉണ്ടായ വാവു ബലി, അതായത് പിതൃആത്മാക്കൾക്ക് സമർപ്പണമായി ചെയ്യുന്ന ബലിതർപ്പണത്തിൻ്റെ പ്രധാന ദിവസമായ കർക്കിടക മാസത്തിലെ കറുത്ത വാവു ദിവസം ചെയ്യുന്ന ഈ കർക്കിടക വാവു ബലി ലോകത്തിലെ മിക്ക ഹിന്ദുക്കളും അവരുടെ പിതൃക്കൾക്കു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന, പാരമ്പര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ആചാരമാണ്. ഈ ആചാര സമയത്ത് ബലികർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഷർട്ട് അല്ലെങ്കിൽ കുപ്പായം ധരിക്കുന്നത് പരമ്പരാഗത ആചാരപ്രകാരം ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് പുരാണങ്ങളിലും പൗരപ്രമുഖരും പണ്ഡിതരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്. ശുദ്ധിയോടെ വേണമെങ്കിൽ മേൽമുണ്ട് അല്ലെങ്കിൽ തോർത്ത് മാത്രം ധരിച്ചോ, ഈറനോടെ നനഞ്ഞ തുണിയോടെ ശുദ്ധമായ ശരീരത്തോടെ ആണ് ഇത്തരം കർമ്മങ്ങൾ സാധാരണ ചെയ്യുന്നത്. ആചാര ചിട്ടപ്രകാരം ശുദ്ധമായി കുളിച്ച് ഈറനോടെ, ഇനി ഈറൻ ധരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അലക്കി ശുദ്ധമായ മുണ്ടെടുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ബലിതർപ്പണം ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ചോദ്യം വരും, ഈ ആധുനിക യുഗത്തിൽ ഷർട്ട് മുണ്ട് എടുക്കുന്നത് തന്നെ ഇന്ന് വളരെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ മുണ്ടെടുക്കുന്നത് നിർബന്ധമാക്കാൻ സാധിക്കുമെന്നൊക്കെ ചോദിക്കും. ഇവിടെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക. വിഷ്ണു ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച്, അതും കേരളത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം, അങ്ങനെ പല വിഷ്ണു ക്ഷേത്രങ്ങളിലും ദർശനത്തിന് ചെല്ലുമ്പോൾ നമ്മൾ ഷർട്ട് പൂർണ്ണമായും ഊരി തോർത്തുവരെ അരയിൽ കെട്ടിയിട്ട് വേണം അകത്ത് കിടക്കാൻ. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ബലിതർപ്പണം ചെയ്യുമ്പോഴും യാതൊരു വിധത്തിലും ഷർട്ട്, ശരീരത്തിൽ ബനിയനോ ഒന്നും പാടില്ല. എന്തിനു പറയുന്നു, നമ്പൂതിരിമാരുടെ ആ പൂണൂല് പോലും ആ ചിട്ടപ്രകാരം ഊരി വെച്ചിട്ട് ബലിതർപ്പണം ചെയ്യാൻ പാടുകയോ ഉള്ളൂ എന്ന് ശാസ്ത്രം പറയുന്നു. ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇന്നലെ സമൂഹത്തിന് മാതൃക കാണിക്കേണ്ട, സമൂഹത്തിന് ഒരു ആശയം എത്തിച്ചു കൊടുക്കേണ്ട നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പിതാവിനോ മാതാവിനോ അല്ലെങ്കിൽ പിതൃക്കൾക്ക് വേണ്ടി ബലിതർപ്പണം നടത്തിയത് കാണുകയുണ്ടായി. പക്ഷേ ബലിയുടെ മറ്റുള്ള ചടങ്ങുകളെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിലും ഷർട്ട് പകുതി ഊരിയിട്ട് പിന്നീട് അത് പുഴയിൽ കൊണ്ടുപോയി വയ്ക്കുന്ന സമയത്ത് പൂർണ്ണമായും ഷർട്ട് ഇട്ടിട്ടൊക്കെയാണ് ആ വീഡിയോകൾ പുറത്തു വന്നതായി കണ്ടത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നത് ഇത്തരം വിശ്വാസങ്ങളിലും ആശയങ്ങളിലും വളരെ ഉറച്ച വ്യക്തിത്വവും ആശയപരമായിട്ട് അറിയുന്ന വ്യക്തിയുമായ സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് ഇന്നലെ ബലിതർപ്പണം നടത്തുന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയതാണോ, അങ്ങനെ ചെയ്യുവാനുണ്ടായ സംഭവം എന്താണെന്ന് ഇവിടുത്തെ നല്ല ഹിന്ദു വിശ്വാസികൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഒരു തരത്തിൽ ഹിന്ദു ആചാരത്തിന് തന്നെ, അതായത് പുതിയ യുഗത്തിൽ പുതിയ ഈ പുരോഗമന കാലഘട്ടത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോകുന്ന യുവതലമുറകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ
ഇതിൻ്റെ കാരണക്കാർ അവരുടെ രക്ഷിതാക്കൾ തന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ രക്ഷിതാക്കളായ ഇത്തരം വ്യക്തികൾ അതിന് മാതൃക കാണിച്ചു കൊടുക്കേണ്ട രീതിയിൽ പ്രവർത്തിക്കേണ്ടതിന് പകരം ആ ആചാരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ആ ആചാരങ്ങൾ ഒന്നും തന്നെ അല്ല എന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ ഈ ബലിതർപ്പണം ചെയ്യുന്ന സമയത്ത് ഷർട്ട് ഇടുകയോ മറ്റോ ചെയ്ത് കാണിക്കുന്നത് ഒരു തരത്തിലും ഭൂഷണമല്ല എന്ന് ഈ സീനിയർ ആയ മാതാപിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവർ അറിയേണ്ടത് തന്നെയാണ്. അങ്ങനെ ചെയ്തതായി തോന്നുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിനോടോ ഈ ഹിന്ദു ആചാരങ്ങളോടോ ചെയ്യുന്ന വലിയ ഒരു തെറ്റു തന്നെയാണ്. ഇവിടെ ജീവിച്ചിരിക്കുന്ന ദൈവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു ആശയത്തിലുള്ള പലരെയും കളിയാക്കി നടക്കുന്ന പല, ഞാൻ പറയുന്നില്ല കാരണം മുസ്ലിം എന്നൊന്നും അതിന് ഞാൻ എടുത്തു പറയാൻ താല്പര്യമില്ല. മുസ്ലിം എന്ന മതത്തിലെ തീവ്ര ചിന്താഗതി കയറിയ ചിലരുടെ പ്രസ്താവനകൾ നമുക്ക് പലയിടത്തും കേട്ടതായിട്ടുണ്ടായിരിക്കാം, യൂട്യൂബിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ അടുത്ത് തന്നെ ഈ സതീശനെയും ഈ മുഖ്യമന്ത്രിയെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി മാതാ അമൃതാനന്ദമയ്യെ പോയി കണ്ടതിനുമൊക്കെ വളരെ മോശമായിട്ട് അതിനെ ചിത്രീകരിക്കുകയും കമൻറ്റുകൾ പറയുകയും വിമർശനങ്ങൾ ഇറക്കുകയും പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പലതും സ്വയം മറന്ന് വിളിച്ചു പോകുന്നു. അതായത് മതമാണ് മതമാണ് മതമാണ്, മതത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് ഇപ്പോൾ അതൊക്കെ അറബിക്കടയിൽ വലിച്ചെറിഞ്ഞ മാതിരി ഈ വീണ്ടും എന്തൊക്കെയോ പറയുന്ന ഇത്തരം വ്യക്തികൾ എന്ന സ്വന്തം സമുദായത്തിലെ ചേകന്നൂർ മൗലവിമാരെ കുറിച്ച് ഒന്നും പറയില്ല. അതും ജീവിച്ചിരുന്ന ഒരു ആ സമൂഹത്തിലെ ഒരു ദൈവം തന്നെയായിരുന്നു. അതിൻ്റെ പേരിലാണല്ലോ അദ്ദേഹത്തിനെ എങ്ങനെയാണ് കൊന്നുകളഞ്ഞത് എന്ന് പോലും ഇപ്പോഴും തെളിയിക്കപ്പെടാത്ത കഥകൾ അവിടെ നിലനിൽക്കുമ്പോഴാണ് ഇവിടെ ഇതൊക്കെ പറയുന്നതും വിമർശിക്കുന്നതും. അപ്പോൾ ഇതിനുള്ള സാഹചര്യം ഈ ഹിന്ദു വിശ്വാസത്തിൽ, ഹിന്ദു ആചാരത്തിൽ, ഹിന്ദു ദൈവങ്ങളിൽ വിശ്വസിച്ച് നടക്കുന്ന ഹിന്ദുക്കളായ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഒരു കാരണവശാലും അത്തരത്തിൽ വിമർശിക്കാൻ ഇട കൊടുക്കാതെ, അഥവാ വിമർശിച്ചാൽ തന്നെ അതിനുള്ള മറുപടി കൊടുക്കാനും കൂടി അവർ തയ്യാറാകണം. എന്തുകൊണ്ടാണ് ഞാൻ ആ സന്ദർഭത്തിൽ ഷർട്ട് ഇട്ടത് എന്നൊക്കെ പറയാനും കൂടി തയ്യാറാകേണ്ടതുണ്ട്. എന്തിനു പറയുന്നു, നമ്മൾ തിരുപ്പതിയിലോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ ഗുരുവായൂരോ ഒക്കെ ചെല്ലുമ്പോൾ തോർത്തുപോലും നമ്മുടെ തോളിലോ ഒന്നും ഇടാൻ പാടില്ല, അത് അരയിൽ കെട്ടിയിട്ട് വേണം ഭഗവാന്റെ മുന്നിൽ ദർശനം ചെയ്യുവാൻ എന്നുള്ളതും കൂടി എല്ലാവരും ഓർക്കുക. അപ്പോൾ ഹിന്ദു വിശ്വാസപ്രകാരം ഒരു തെറ്റ് തന്നെയാണ് ഈ ബലിതർപ്പണ സമയത്ത് ശരീരത്തിൽ ഒരു തരത്തിലുള്ള വസ്ത്രങ്ങളും ഉണ്ടാകാൻ പാടില്ല, പ്രത്യേകിച്ച് ഷർട്ട്, ബനിയൻ തുടങ്ങിയ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ടവർ ആ പോലും അവരുടെ ആചാരപ്രകാരം അഴിച്ചു വെച്ചിട്ട് വേണം ബലിതർപ്പണം ചെയ്യാൻ എന്നാണ് ആ വിശ്വാസത്തിൻ്റെ ആ ചടങ്ങിൻ്റെ പൊരുൾ. അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ പബ്ലിക്കായിട്ട് ഇത്തരത്തിൽ ചടങ്ങുകൾ ചെയ്ത് വീഡിയോ പുറത്തു വിടുമ്പോൾ ഇനിയെങ്കിലും ഉത്തരവാദപ്പെട്ടവർ അത് മാനിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഞാനൊരു എൻ്റെ ഒരു അത് കണ്ടപ്പോഴുണ്ടായ ഒരു പ്രതികരണമാണ് ഇവിടെ ഞാൻ അറിയിക്കുന്നത്.